ഒന്ന് അത് നമ്മുടെ ഫുൾ ബോഡി വെട്രിഫൈ ടൈലിൽ ടോപ്പ് കൊടുത്തിട്ട് PVC-യിലാണ്. PVC-യിൽ സ്റ്റിക്കർ PVC ബോർഡിൽ നമ്മൾ ഇത് ഡബിൾ ഹൈറ്റ് ആണ്. ഞാൻ എടുത്ത് ഇനി കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു വലിയ കിച്ചണാണ് പറയുകയാണെങ്കിൽ G7 ക്വാളിറ്റി ആണ്. ആർട്ടിഫിഷ്യൽ മാർബിൾ ആണെന്ന് വിചാരിക്കുന്നു. കിങ് സൈസ് അല്ലല്ലോ, കിങ്ങിനും മേലെയാണോ? സ്ലൈഡിംഗ് ആയിട്ടുള്ള വാർഡ്രോബാണ്. അതെ, അയണിംഗ് ടേബിൾ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുണ്ടായ കൺസേൺസ് എല്ലാം ഇതിനകത്ത് റെക്ടിഫൈ ചെയ്ത് പൂർണ്ണമാക്കിയിട്ടുണ്ടോ? അതാണ്. നമസ്കാരം. നമ്മൾ പലപ്പോഴും വീടുകൾ ചെയ്യുമ്പോഴത്തേക്കും പലവട്ടം പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഇന്റീരിയർ. പറയുമ്പോൾ 8 വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. അതിലെത്രമാത്രം ബ്യൂട്ടി ഉണ്ട് എന്ന് എൻ്റെ തന്നെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജോബി അജിത ദമ്പതികളുടെ ചാലക്കുടിയിലുള്ള വീടാണ്. ചെയ്തിരിക്കുന്ന നമ്മുടെ സ്പെക്ട്ര ഡെക്കോർ ആശാജി. എൻ്റെ വീടൊക്കെ ചെയ്തത് അവരായിരുന്നു. അപ്പോൾ അവരുടെ ഒരു അടിപൊളി പ്രോജക്റ്റാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കൂടുതൽ മുഖവരകളൊന്നുമില്ല. ആശാജി, നമസ്കാരം. നമസ്കാരം. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജോബി സാറും അജിത നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇതിലോട്ട് എത്തിയിരിക്കുന്നത്. ഒരു ഡിഫറെന്റ് കളർ പാലറ്റ്, കുറച്ച് വൈബ്രന്റ് എന്ന് പറഞ്ഞാൽ പേസ്റ്റൽ കളേഴ്സ് ആണ് ഇവരധികം യൂസ് ചെയ്യുന്നത് അല്ലേ? അതായത് ഇപ്പോ കോമൺലി അറിയാലോ, എല്ലാ ആൾക്കാർക്കും ഒരു വുഡ് ടച്ച് വേണം എന്ന് പറയുന്ന കൂടുതൽ ആൾക്കാർ നമ്മളോട് അങ്ങനെ പറയാ. പക്ഷെ അജിത മാഡം നമ്മളുടെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞത് നമുക്ക് വുഡ് എന്തായാലും വേണ്ട. കാരണം അജയുടെ വീട് കണ്ടപ്പോ ആ ഒരു ബ്ലൂയിഷ് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോ അങ്ങനത്തെ ഒരു പാറ്റേൺ, പക്ഷെ ആ ഒരു കളറിൽ നിന്ന് വേറൊരു ലൈറ്റ് ഷെയ്ഡ് മതി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് വന്നത്. അപ്പൊ വുഡ് പൂർണ്ണമായും ഒഴിവാക്കി ഒരു ഗോൾഡൻ ഷാമ്പയിനും വൈറ്റും ഒരു ഡാർക്ക് ഗ്രേയും അങ്ങനെയൊക്കെ ഒരു മിക്സപ്പ് ആയിട്ടുള്ള ഒരു പാലറ്റിംഗ് ആണ് ഇവിടെ കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു പേസ്റ്റൽ പാലറ്റ്സ്. അതിൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫർണിച്ചർ എനിക്ക് തോന്നുന്നു ഇതിന്റെയൊക്കെ ഡിസൈൻ നമ്മൾ ഫസ്റ്റ് ചെയ്യും. അതെ. നമ്മളിപ്പോ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാസ്റ്ററിങ്ങിനൊക്കെ മുന്നേ തന്നെ നമ്മളിവിടെ മാഡം നമ്മളുടെ അടുത്ത് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി നമ്മളുടെ പ്ലാന്, അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, ഇന്റീരിയർ ഡിസൈനിങ് എല്ലാം ഫിനിഷ്ഡ് ആണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞത്. അതുപോലെ നമ്മൾ പ്ലാസ്റ്ററിങ്ങിന്റെ മുന്നേ ഇവിടെ വന്ന് എല്ലാ ഇലക്ട്രിക്കൽ പോയിന്റ്സും അവർക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് അത് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു, കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോയി നടന്നു. ഇവിടെ നമ്മളൊരു സെന്റർ ടേബിൾ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഫുൾ ബോഡി വെട്രിഫൈ ടൈലിൽ ടോപ്പ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നു. വൈറ്റ് ആ ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത്. ഇത് റോമൻ ബ്ലൈൻഡ്സ് അല്ലേ ചെയ്തിരിക്കുന്നത്? റോമൻ ബ്ലൈൻഡ്സ്. അതും ഈ പറഞ്ഞ ഭിത്തിയുടെ കളർ ഏതോ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു. ഇവിടെ ആണെങ്കിലും 2 ഡെക്കോർ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇത് ടെക്സ്ചർ ആണ്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഏഷ്യൻ പെയിന്റ്സിന്റെ ടെക്സ്ചർ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തേക്കുന്നത്. ഇത് സ്റ്റിക്കറിൽ നമ്മൾ ചെയ്ത് എക്സാക്ട്ലി 3D എങ്ങനെയായിരുന്നോ അത് തന്നെ എടുത്തു. കാരണം മാഡത്തിന് ഭയങ്കര നിർബന്ധമായിരുന്നു 3Dയിൽ നമ്മൾ ചെയ്യുമ്പോൾ മാം പറഞ്ഞിരുന്നത് സെയിം എന്താണോ അതുപോലെ തന്നെ ആയിരിക്കണം ഫിനിഷ് ചെയ്യുമ്പോൾ വീട് കാണാൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഓരോ പോയിന്റ്സും കൃത്യമായി നോക്കി ഇത് കിട്ടാനായിട്ട് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ഇത് PVC-യിലാണ്. PVC-യിൽ സ്റ്റിക്കർ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് അല്ല, വരച്ചതല്ല, ഇത് പെൻസിലിൽ വരച്ചാണ്. അപ്പൊ ഇതാവുമ്പോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരില്ല, ലൈഫ് ലോങ് ഉണ്ടാവും. ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കും ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എടുത്തു പറയാനായിട്ടുള്ള ഒരു സാധനം ഇവിടെ എനിക്ക് തോന്നുന്നു നമുക്ക് ടോട്ടൽ ചെയ്തിരിക്കുന്ന എന്താ പറയുന്നത് ഒരു സീലിംഗ് എന്ന് പറയുന്ന ജിപ്സം മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം ഇവിടെ വുഡിന്റെ ആ ഒരു പാറ്റേൺ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് വൈറ്റ് തീമിലാണ് പോയിരിക്കുന്നത്. പ്ലെയിൻ ജിപ്സം പിന്നെ പ്രൊഫൈല് വെച്ചിട്ടും ലൈറ്റിന്റെ ഇതും കൊടുത്തിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ഡിസൈൻ എലഗന്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ടിംഗ് ആയിട്ട് ലൈറ്റ് ഡിസൈൻ ആണ് ചെയ്തത്. ഇതെങ്ങനെ? ഇത് PVC ആണ്. PVC ബോർഡിൽ നമ്മൾ കംപ്ലീറ്റ് നമ്മളുടെ CNC ബോറിംഗ് മെഷീൻ ഉണ്ട്, അതിൽ കംപ്ലീറ്റ് ഗ്രൂ ഇട്ട് ഫിനിഷ് ചെയ്തിട്ട് PU പെയിന്റ് ചെയ്തേക്കുന്നതാണ്. അതെ. അതിൽ തന്നെ ഒരു മെറ്റൽ ഡെക്കറേഷൻ. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ 3D ചെയ്തിട്ടുണ്ട്. അതാണ് എന്താണോ അത് തന്നെ ചെയ്ത് കൊടുത്തു. ഇതില് എടുത്തു പറയേണ്ട ഒരു സാധനം, ഇപ്പൊ നമ്മൾ കണ്ട ഒരു ഫോർമൽ ലിവിങ്, ദെൻ ഇവിടെ ഫാമിലി ലിവിങ് വിത്ത് TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്രത്യേകത, ഇത് ഡബിൾ ഹൈറ്റ് ആണ്. ഞാൻ എടുത്ത് ചോദിക്കേണ്ട ഒരു സാധനം, ഇതെങ്ങനെയാ? ഇത് ഫുൾ ഹൈറ്റിലോട്ടുണ്ട്? ഫുൾ ഹൈറ്റിലുണ്ട്. ഇത് നമ്മള് മെറൈൻ പ്ലൈ ആണ്. അത് 16 mm മെറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഫാക്ടറി വർക്കാ. ഇത് മാനുവലി ചെയ്ത് ഒന്നുമല്ല, എല്ലാം ഫാക്ടറിന്ന് ഫിനിഷ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇവിടെ ഫിക്സിംഗ് മാത്രമേ ഉള്ളൂ. ഇവിടെ ചെയ്തിട്ടുള്ള എനിക്ക് ആകെ ഇവിടുത്തെ ഒരു ആർച്ച് പാനൽ അത് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതൊഴിച്ചാൽ ബാക്കി എല്ലാം ഫാക്ടറി വർക്കാണ്.
ഫാക്ടറിയിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ. അതിന്റെ വീഡിയോ ഞാൻ ചെയ്യാം, എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അടുത്തത് TV യൂണിറ്റ്. എനിക്ക് പറഞ്ഞ പാനൽ ചെയ്ത് ഫുൾ TV യൂണിറ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. അപ്പൊ ഇത് നമ്മള് ലൂവേഴ്സ് ആണ്, നമ്മള് ചാർക്കോൾ ലൂവേഴ്സ് അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എടുത്ത്, അപ്പോ ഇതിന്റെ പാലറ്റിംഗ് പോവാതിരിക്കാനാണ് ഈ ഒരു കളർ ഇതിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. ഒരു ഗ്രേയിഷ് ഷെയ്ഡ് മാർബിൾ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതിന്റെ താഴെ ഒരു ബേജ് കളറിലുള്ള ലാമിനേറ്റ് കൊടുത്ത് ഒരു ഓഫ് വൈറ്റ് കൂടെ ചേർത്ത് ഡിപ്പ് ചെയ്തു അല്ലേ? ഈ വൈറ്റ് നമ്മള് ഇത് പക്ഷേ നിങ്ങൾ 16mm പ്ലൈവുഡ് 2 ചെയ്തില്ല, ഇത് ഡബിൾ തിക്ക് ആണ് പ്ലൈവുഡ് 36 വരും. അപ്പൊ ആ 36 പ്ലൈ ചെയ്തിട്ട് ഇത് നമ്മള് ഇതിലെടുത്ത് ആ ഒരു ഡിസൈൻ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തതാ. അതായത് ഓരോ എലമെന്റും നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇത് തന്നെ അവിടെ ഒരു മെറ്റൽ ഡെക്കോറിൽ ആ ഒരു കളറ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതില് നമ്മള് ഫർണിച്ചറിന്റെ ഡിസൈൻ അടക്കം നമ്മൾ കൊടുക്കുകയാണ്. ഫർണിച്ചറിന്റെ ഡിസൈൻ ഒക്കെ നമ്മൾ കൊടുത്തു. ഫർണിച്ചർ നമ്മളല്ല ചെയ്തത്. ലൂസ് ഫർണിച്ചേഴ്സിൽ എനിക്ക് അവര് പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ്. പ്രയറിന്റെ കേസ് പറയുമ്പോ ഇതില് അജിത മാഡം ഉണ്ടല്ലോ, ആൾക്ക് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് സത്യത്തില്. കാരണം ഇവിടുത്തെ ഓരോ എലമെന്റ്സും ഈ 3Dയിൽ എങ്ങനെയാണോ അത് തന്നെ വരാൻ വേണം. പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ടേ കുറെ കിട്ടലില്ലല്ലോ ഇത്. അതിനൊക്കെ വേണ്ടിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് ആൾക്ക് പ്രത്യേകം ഇതായിരുന്നു. ഇതിന്റെ ബാക്കിൽ ഈ സ്റ്റോൺ നാച്ചുറൽ ആയിട്ട് ഇത് തന്നെ വേണം എന്നുള്ളത്. ഇത് കിട്ടാൻ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടതാ. എന്നിട്ടാണ് ലാസ്റ്റ് ഇതുപോലെ തന്നെ സെറ്റ് ആക്കാൻ പറ്റിയത്. ഇത് കിച്ചൺ സൈസ് അത്യാവശ്യം വലിയ കിച്ചൺ ആണ് പറയുകയാണെങ്കിൽ. സാധാരണഗതിയിൽ കിച്ചൺ വരുമ്പോഴത്തേക്ക് നമുക്ക് പൊതുവെ ഇത്രയും സൈസ് കിട്ടാറില്ല, പക്ഷെ ഇവിടെ വലിയ സൈസ് ഉണ്ട്. എന്താ ചെയ്തിരിക്കുന്നത്? ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡം ആദ്യമേ പറഞ്ഞിരുന്നത് എനിക്ക് ലൈറ്റ് കളേഴ്സ് വേണം, അതിൽ തന്നെ കിച്ചൺ എനിക്ക് വൈറ്റ് വേണം. ആദ്യം ഗ്രേറ്റാ നമ്മൾ 3D ചെയ്തേ, പക്ഷെ പിന്നീട് അത് ലാസ്റ്റ് ആയപ്പോഴേക്കും മാഡത്തിന് അങ്ങോട്ട് ഇതാവുന്നില്ല. അപ്പൊ വൈറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞു. വൈറ്റ് അക്രലിക് ഫിനിഷ്. അപ്പൊ വൈറ്റ് അക്രലിക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലോസി ഫീല് കിട്ടും. പിന്നെ ഫുൾ ഒരു വൈറ്റിന്റെ ഇതും ആവും. അപ്പൊ അതിനെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മള് ഡാഡോ വാള് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നത്. ഫുൾ വൈറ്റ് വന്നിട്ട് അതിൽ ചെയ്തു. പിന്നെ ഇതില് ഗോള പ്രൊഫൈലാണ്. സോ നമുക്ക് ഗോളയാണ്, കൺസീൽഡ് ഗോള അപ്പർ യൂണിറ്റിൽ കൊടുത്തു, താഴെ മൊത്തം ഗോള പ്രൊഫൈൽസ് കൊടുത്തു. ഒരു അധികം ഈ പറഞ്ഞ പോലെ ഒരു വലിയ ആക്സറീസ് ഒന്നും ചെയ്തില്ല. ആവശ്യത്തിനുള്ള ആക്സറീസ് ആണ്. അതായത് ഇപ്പോ ഇതിന്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ 3 ബാസ്ക്കറ്റ് കട്ട്ലറി, പിന്നെ അതേപോലെ തന്നെ ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ് കൊടുത്തു. അതിന്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ് കൊടുത്തു. പിന്നെ ഇവിടെ അതിനോട് തന്നെ ഒരു ഓയിൽ പുൾ ഔട്ട് കൊടുത്തു. കാരണം കുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആണല്ലോ. പിന്നെ 2 ടാൻഡം പ്ലെയിൻ ആയിട്ടുള്ള ടാൻഡം ബോക്സ് നമ്മൾ എല്ലാം സോഫ്റ്റ് ക്ലോസ് ഹെറ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഇവിടെ ടോൾ യൂണിറ്റിനുള്ള ഒരു ഓപ്ഷൻ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ടോൾ യൂണിറ്റിന്റെ ഒരു ആവശ്യം ഇല്ലാത്തത് കൊണ്ട് സ്റ്റോറേജ് ആയിട്ട് നമ്മൾ അതിനെ കൊടുത്തു. മിക്ക സ്ഥലത്തും നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ എല്ലാ ക്ലയൻസിനും ടോൾ യൂണിറ്റ് ആവശ്യം ഉണ്ടാവുമെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ആ ടോൾ യൂണിറ്റിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ടോൾ യൂണിറ്റിന്റെ സെയിം പർപ്പസ് തന്നെ കിട്ടും. ആ രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഒരു ഓവൻ യൂണിറ്റ് ഉണ്ട്, അതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ സ്റ്റോറേജ് സ്പേസ് തന്നെ കൊടുക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാല് ഒരു ഫുള്ളി ഓപ്പൺ ആണെന്ന് ചോദിച്ചാൽ അല്ല, സെമി കട്ടാ ചെയ്തിരിക്കുന്നത്. അതിലിവിടെ കൗണ്ടർ കൊടുത്തിട്ട് അങ്ങനെ ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്താ പറയാ മൾബറി ലൈറ്റ് വിത്ത് റൗണ്ട് ലൈറ്റ് കൊടുത്ത് ചെയ്തിരിക്കുന്നു. ഇത് മറയുമ്പോൾ ഇവിടെ പ്ലസ് ലാമിനേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ നാനോ വൈറ്റ് ആണ്. കിച്ചൺ ഫുള്ള് നാനോ വൈറ്റ് G7 ക്വാളിറ്റി ആണ്. ഇത് ഡൈനിങ് ടേബിൾ നമ്മുടെ സ്കോപ്പിൽ വന്നിരിക്കുന്ന അല്ല, ഇത് നമ്മളുടെ ഫർണിച്ചർ സെപ്പറേറ്റ് KHDC ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അത് ടൈല് ടോപ്പ് ആയിട്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണെന്ന് വിചാരിക്കുന്നു കൊടുത്തിട്ട് നമ്മുടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ചെയർ അടക്കമാണ് ഇവിടെ ചെയ്തത്. അതെ നല്ല രസമാണ്. കാരണം ഇതുമായിട്ട് നല്ല നമ്മുടെ ടൈലുമായിട്ട് എക്സാക്ട്ലി നല്ല മാച്ച് ചെയ്താണ് പോകുന്ന ഒരു സംഭവമാണ്. അത് തന്നെയാണ് ആ ഒരു മാച്ചിങ് ഇവിടെ കസ്റ്റമൈസ് ആരും ലാസ്റ്റ് കുറെ കഷ്ടപ്പെട്ടു ഇത് കിട്ടാനായിട്ട്. എന്നിട്ട് ലാസ്റ്റ് മൊമെന്റ്സിലാണ് നമുക്ക് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ കിട്ടി, സെറ്റായി ലാസ്റ്റ് ആയപ്പോൾ. നല്ല അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇവിടുന്ന് നമുക്ക് നേരെ ഇതിന്റെ വാഷ് ബേസിൻ അല്ലെ വാഷിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്.
ഒരു അതായത് അവിടുന്ന് നമുക്ക് വെന്റിലേഷൻ ഗ്രില്ലിന്റെ ആവശ്യമില്ല, ആ ഒരു ഡിസൈൻ കൊടുത്തു. അത് ആ ഒരു പർപ്പസും ആ ഒരു ഡിസൈനും ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വാഷ് ബേസിൻ കണ്ടുല്ലോ, പെട്ടെന്ന് കാണുമ്പോ അതൊരു വാഷ് ബേസിൻ ആണെന്നുള്ള ഒരു ലുക്ക് വരില്ല. ഒരു ചെമ്പുപാത്രം ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇതിനൊക്കെ മാഡം കുറെ നടന്നുണ്ട്. അല്ലേ, ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന PVC ബോർഡ് അല്ലേ? അതെ അതെ, നമ്മൾ വാഷ് ബേസിനും വാനിറ്റി കൗണ്ടേഴ്സും മൾട്ടിവുഡ് യൂസ് ചെയ്യാറുള്ളൂ, അല്ലെ WPC. കാരണം മെറൈൻ പ്ലൈ നല്ലതാണ്, നല്ല ഹൈ ക്വാളിറ്റിയാണ്. പക്ഷെ നമുക്കിപ്പോ സ്ഥിരമായിട്ട് വെള്ളം വീഴുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഫംഗസ് വരും, പിന്നെ ഒരു സ്മെല്ല് വരും. അത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ വാനിറ്റി കൗണ്ടേഴ്സും പിന്നെ വാഷ് ബേസിനോ. സോ നമ്മൾ അത് രണ്ടും മെറൈൻ പ്ലൈയിൽ ചെയ്യാറില്ല. അപ്പൊ അത് ഒഴിവാക്കിയിട്ടാണ് ശരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. ഈ വോള് ഇവിടെ ഉണ്ട്, അതെ, DB ബോക്സ് ഉണ്ട്. പിന്നെ ഈ വോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അപ്പൊ നമ്മള് അതിനെ ഒരു ഇതില് ഫുൾ പാനൽ ചെയ്തിട്ട്, ഇതൊരു സ്ട്രിപ്പാണ് കേട്ടോ, നമ്മള് മറ്റേ സ്ട്രിപ്പ് അല്ല. ഇത് ജസ്റ്റ് നമുക്ക് ഗം അതിന്റെ ബാക്കിൽ തന്നെ ഉണ്ട്. ഇത് SS-ന്റെ സ്ട്രിപ്പ്, SS ആണ്. ഈ സ്ട്രിപ്പ് നമുക്ക് ഗോൾഡൻ കളറിലും ഈ ഒരു റോസ് ഗോൾഡ്, ബ്ലാക്ക്, പിന്നെ ഒരു എന്താ പറയാ ഗ്ലാസിന്റെ ഫിനിഷ് ഇതിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫിനിഷ് ചെയ്തേക്കണേ. ഇത് ആക്ച്വലി ഞങ്ങൾ ആദ്യം ഇത് ഗ്രൂ ഇട്ടിട്ട് ബ്ലാക്ക് അപ്പോക്സിയ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അത് ഇവിടെ വന്നപ്പോ അത് ഇതിനുമായിട്ട് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. സോ നമ്മളത് മാറ്റി ഇങ്ങനത്തെ ആ ഒരു ഗ്രൂ പ്രൊഫൈൽ ആക്കിയിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോ അത് വളരെ ഭംഗിയായിട്ട് അവിടെ വന്നിട്ടുണ്ട്. വർക്ക് ആവുക എന്നുള്ള ഒരു പ്രധാന അതെ. ഇനി ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. ഇവരുടെ കളർ തീമിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല, അതേസമയം കളർ തീമിൽ നിന്ന് ചെറിയ പാറ്റേൺ കട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതെ. കിങ് സൈസ് അല്ലല്ലോ, കിങ്ങിന് മേലെയാണോ? അതെ, സൂപ്പർ കിങ്. ഇത് കിങ് സൈസ് കസ്റ്റമൈസ് ചെയ്തതാ നമ്മള്. ഇതിൽ ബെഡ് ആണെങ്കിലും എല്ലാം കസ്റ്റമൈസ് ചെയ്യുക ചെയ്തത്. പിന്നെ അതിന്റെ ആ ഇതിൽ തന്നെ നമ്മള് ഹെഡ് ബോർഡിന്റെ അവിടെ ഒരു ഡിസൈൻ CNC ഡിസൈൻ കൊടുത്തു. അതിന്റെ താഴെ ചെറിയൊരു അപ്പോൾസറി വർക്ക് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് ചെയ്തു. 2 സൈഡ് ടേബിൾസും ബാക്കിൽ എന്നാ ഓവർ വർക്കൊന്നുമില്ല, ഒരു ടെക്സ്ചർ പെയിന്റും. അതെ, അതേപോലെ തന്നെ ഒരു ലെഡ്ജും കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ചെറിയ എല്ലായിടത്തും ഒരേ സൈസാണ്, പക്ഷെ ഇത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതെ, ഈ റൂമാണ് ശരിക്കും ചെറിയ റൂം. പക്ഷെ ഇതാണ് മാസ്റ്റർ ബെഡ്. ഇത് അവരുടെ ഇത് SS-ന്റെ ഇത് ഇവിടെ ചെയ്യിക്കുന്നതാണ്. ഇത് MS-ന്റെ നമ്മൾ ചെയ്തിട്ട് ഈ സെയിം പെയിന്റ് ചെയ്തെടുത്തതാണ് ഈ ഡിസൈൻ ശരിയാക്കാൻ വേണ്ടി. മനസ്സിലായി. അതായത് ഒരു വർക്കിംഗ് ഏരിയ പോലെ, ഒരു വർക്കിംഗ് യൂണിറ്റ് പോലെ ചെയ്തിരിക്കുന്നു. ഇനി ഇത് സ്ലൈഡിംഗ് ആയിട്ടുള്ള വാർഡ്രോബാണ്. അതെ, മറൈൻ പ്ലൈയിൽ തന്നെയാണോ ഡോർ? മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത്. അത് കട്ട് ചെയ്തിട്ട് കളർ ഇതില് മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഫുൾ ഗ്രൂ ഇട്ടിട്ട് ആ ഡിസൈനിൽ നമ്മള് പെയിന്റ് ഫിനിഷ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം നമ്മൾ ഈ ഷട്ടറിൽ നല്ല വർക്ക് വരും. കാരണം ഈ ഒരു ഏരിയ മാത്രം നമ്മള് ഫുൾ ഫിനിഷ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് നമ്മള് മറ്റേ ഹീറ്റ് ഗൺ യൂസ് ചെയ്ത് റിമൂവ് ചെയ്ത് വേറെ അറ്റാച്ച് ചെയ്തിട്ട് ഇത് മെഷീനിൽ ഗ്രൂ ഇട്ടെടുക്കണം. ഗ്രൂ ഇട്ടെടുത്തിട്ടാണ് അതിന്റെ പെയിന്റ് ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോ അത്രയും ശ്രദ്ധിച്ചും ഒരു ചെറിയ മാറിപ്പോയ മൊത്തം ഗ്രൂ മാറില്ലേ, അത്രയും അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് ഈ ഒരു കാണുമ്പോ അങ്ങനെ തോന്നില്ല. ചെറിയ സാധനങ്ങൾക്ക് എപ്പോഴും നമ്മൾ അതിൽ ചെയ്യുന്ന വർക്കുകൾക്ക് ഭയങ്കര എഫോർട്ടാണ്. അതെ, ഭയങ്കര എഫോർട്ടാണ്. സിമ്പിൾ ആയിട്ടുള്ള അതിലിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഗ്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതെ, താഴേക്ക് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. ആ ഗ്ലാസിന്റെ കണ്ടിന്യൂറ്റി, അതുപോലെ തന്നെ കളർ കണ്ടിന്യൂറ്റി ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. MS വർക്ക് താഴെ ആ ഒരു ലെഗ് ഇതുപോലെ കൊടുത്തിട്ടാണ് ചെയ്തത്. അതെ, ഇവിടെയും ആ റിക്വയർമെന്റിന്റെ ഒരു പ്രതിഫലനം കാണാൻ പറ്റും. ഇത് പാരന്റ് ബെഡ് ആണ്. അപ്പോ ഇതില് 2 ബെഡ് യൂസ് ചെയ്യാം. ഫ്യൂച്ചറിൽ അടുപ്പിച്ചിടണമെങ്കിൽ ഈ ബെഡ് ഈ സെന്റർ ടേബിൾ മാറ്റിയിട്ട് മതി. നമ്മൾ ഇത് ഫുള്ളായിട്ട് ഡിസൈൻ ഒരു സെപ്പറേറ്റ് ഒരു ഇത് നിൽക്കുന്ന രീതിയിലാണ്. ഇപ്പൊ 2ഉം സെന്ററിലാക്കിയാൽ പോലും ആ ഹെഡ് ബോർഡിന്റെ ഡിസൈൻ കട്ടാവില്ല. ആ രീതിയിലാണ് ചെയ്തേക്കണത്. ഇങ്ങോട്ട് ടെക്സ്ചറും പോയിട്ടുണ്ട്. അതെ, ടെക്സ്ചറിനോടൊപ്പം തന്നെ ഈ കാണുന്ന ബ്ലൈൻഡ്സ്, കർട്ടൻസ് അതിങ്ങനെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും. അതിന്റെ പാലറ്റും പല സ്ഥലങ്ങളിലും കണ്ടിന്യൂ ഇരിക്കുന്ന കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന വാർഡ്രോബ് ഓപ്പൺ ഹിഞ്ച് ഓപ്പൺ ആണ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിന് ഒരു ബേജ് ഓഫ് വൈറ്റ് എന്നുള്ള കളർ കൊണ്ടുവന്നല്ലേ, അതിന്റെ പാലറ്റ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ സെയിം സാധനം നിങ്ങൾ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു നമ്മുടെ സ്റ്റോറേജ് സ്പേസും ആവശ്യത്തിനുണ്ട്. ഒരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം മെറൈൻ പ്ലൈ ആണ്. ഇത് ആവശ്യത്തിന് യൂസ് ചെയ്യാനായിട്ട് ഒരു അയണിങ് ടേബിൾ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗൺ ആക്കി ഇടാൻ പറ്റും.
ഫ്ലാറ്റുകളിൽ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. വീടുകളിൽ പലപ്പോഴും നമുക്ക് അതിനുള്ള സ്പേസ് ഉണ്ടാവും, ഫ്ലാറ്റുകളിൽ അത് സാധാരണ കാണാറില്ല. അത് വളരെ ഭംഗിയായിട്ട് പല ഫ്ലാറ്റിലും വാർഡ്രോബിന്റെ ഇൻസൈഡ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതെ, ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഹാഫ് ലേഡയോ ഉണ്ട്, ഹാഫ് ലേഡ് ഉണ്ട്, ഹെറ്റിച്ചിന്റെ ഉണ്ട്. നമ്മൾ ഹെറ്റിച്ചിന്റെ പിന്നെ എപ്കോടെ ഒക്കെ അവൈലബിൾ ആണ്. അത് ചില റേറ്റ് വേരിയേഷൻസ് ഉണ്ട്. അത് ഏതാണോ ക്ലയന്റിന് ഓക്കെ ആവണേ അത് വെച്ചിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഇത് മുഴുവൻ നിങ്ങളുടെ ടെക്സ്ചർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഏരിയ മൊത്തം ടെക്സ്ചർ വർക്കാണ് വരുന്നത്. അതും നല്ല രീതിയിൽ വെച്ചാൽ എല്ലായിടത്തും കാണുന്ന ഒരു പാറ്റേൺ അല്ല, അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മൊറോക്കൻ ടെക്സ്ചറാണ്. മൊറോക്കൻ ശൈലിയിൽ വരുന്ന ഡിസൈൻ ആണ് ഇവിടെ. മൊറോക്കൻ ടൈൽ ഡിസൈൻസ് കണ്ടിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് കൺവേ ചെയ്യപ്പെടും. ആ ഡിസൈൻ ആണ് ഇവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന ലൈറ്റുകൾ പലരും ഇവർ പുറത്തുനിന്ന് ഇവരുടെ തന്നെ ഔട്ട്സോഴ്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പർ ലിവിങ് ഇതിന് വലിയ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തില്ല. ഇവിടെ ഒരു ഇപ്പോ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഇരിക്കുമ്പോ ജസ്റ്റ് ഒരു കുഞ്ഞൊരു TV യൂണിറ്റ് വേണമെന്നാ പറഞ്ഞ വേണമെന്നില്ല, എന്നാലും അതെ അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ അതെ ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവം. അതിനുള്ള ബാക്കിയുള്ള സ്റ്റോറേജ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കിഡ്സ് ആണോ? സൺബെഡ് ആണ്. അതായത് മകന്റെ ബെഡ്റൂം ഒരു ബ്ലൂയിഷ് ഗ്രേ വിത്ത് ഒരു സിൽവർ വൈറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു കോമ്പിനേഷൻ ആണ്. അത് വിത്ത് ഈ പറയുന്ന ഇതിൽ തന്നെ അവരെ കളർ കമ്പൈൻ എല്ലാം ആ ഒരു തീം കീപ്പ് ചെയ്തിട്ടാ പോയിരിക്കുന്നത്. എല്ലാം മറയുമ്പോഴോട് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട്. അതെ അതെ, ഇതില് യൂസ് ചെയ്തിരിക്കുന്ന ലാമിനേഷൻ ആണെങ്കിലും ഹയർ ആണ്, പ്രീമിയം ലാമിനേഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം. ഒരു ഇത് കണ്ടു ഇപ്പൊ ഇതിലിപ്പോ ഒരു ഗ്ലോസ് അല്ല, ആക്ച്വലി ഒരു മെറ്റാലിക് ഫിനിഷ് ഉള്ള ഒരു അതെ അതെ അങ്ങനത്തെ ഒരു ഫിനിഷ് ആണ് നമ്മളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം പ്രീമിയം കാറ്റഗറിയാണ്. ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിനൊരു പ്രത്യേകത, ഇതിന്റെ ഈ പാലറ്റ് ഇതുപോലെ ഇവിടെ അത്രയും എഫേർട്ട് 2 ദിവസം 2 ആള് നിന്നിട്ടാണ് ഈ ഗ്രൂവിന്റെ കംപ്ലീറ്റ് കളേഴ്സ് ഫില്ല് ചെയ്തെടുത്തത്. അപ്പൊ നന്നായി എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു വർക്കാണ്. വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അതെ അതെ. അവിടുന്നും നേരെതാ ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ. ഡ്രസ്സിംഗ് ഏരിയ എടുത്തു പറയേണ്ട ഒരു സാധനം. ഡ്രസ്സിംഗ് ഏരിയ ഒന്നും ഒരു വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ്. ഒന്നും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനില്ല. മറൈൻ പ്ലൈവുഡില് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റില് ഗ്ലാസ് കർവ് ചെയ്തെടുത്തു. അതേപോലെ തന്നെ ആ ഒരു പാറ്റേൺ, ഈ ഒരു പാറ്റേൺ ഇതാക്കാൻ വേണ്ടിട്ട് റാഫ്റ്റേഴ്സ് കൊടുത്തു, ഗ്യാപ്പ് ഇട്ടിട്ട് സെയിം ബ്ലൂ ഷെയ്ഡ് ക്രാഫ്റ്റർ കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ്. ഗസ്റ്റ് ബെഡ് ആണെന്ന് തോന്നത്തില്ല, ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര പ്രീമിയം ലെവലായിരുന്നു ഗസ്റ്റ് ബെഡ്. അതിഥി ദേവോ ഭവാനാണ്. അതായത് ആര് വന്നാലും അതൊരു ഗസ്റ്റ് ബെഡ് ആണെന്ന് തോന്നാത്ത രീതിയിലുള്ള മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ, പിന്നെ ഹെഡ് ബോർഡിന് അപ്പോൾസറിയും അതേപോലെ ആ ഒരു പ്രൊഫൈലും കൂടി ഒരു മറ്റേ ഒരു കോപ്പർ ഫിനിഷ് അത് ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊടുത്തു. ഡ്രസ്സിംഗ് ടേബിൾ ഇതിന്റെ ഇവിടെയാ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു, കാരണം സ്പേസ് ഉണ്ട്, കൺജസ്റ്റഡ് ഫീൽ ഇല്ല. അതെ, ഇവിടെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇരിക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വർക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ഇതിൽ. പിന്നെ ഒന്ന് എടുത്തു പറയാനായിട്ടുള്ളത്, ഇവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ്. അതെ, പക്ഷെ അതൊരു 3 ഡോർ വാർഡ്രോബ് മതി അവിടെ, കാരണം ബാത്റൂം സ്പേസ് ആയതുകൊണ്ട് നമുക്ക് സ്പേസ്, പിന്നെ ഗസ്റ്റ് ബെഡ് അല്ലേ, അപ്പൊ അത്രയ്ക്കൊരു സ്റ്റോറേജ് സ്പേസിന്റെ ആവശ്യകത ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത്. വളരെ 2 സൈഡ് ടേബിൾസും എല്ലാം ഇവിടെ ഒരു സൈഡ് ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു ലൈറ്റും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തില് ഒരു ഫാമിലി അവർക്ക് എന്താണ് എന്ന് പറയുന്നിടത്ത് അത് ചെയ്തു കൊടുക്കുന്നിടത്താണ് നമ്മുടെ ഒരു സക്സസ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് ചെയ്ത് കൊടുത്തിരിക്കും. നമുക്ക് അവരുടെ ഒരു തൃപ്തിയും കൂടെ നമുക്ക് അവരോട് ചോദിക്കാം, എന്നിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരു വീട് നമ്മൾ പലപ്പോഴും വീട് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും അവസാനം ഇന്റീരിയർ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, അവസാനം വരുമ്പോഴത്തേക്കും ബഡ്ജറ്റ് എന്നൊരു വലിയ കൺസേൺ ആവും. അതിനപ്പുറം കൺസേൺ ഇതിൻ്റെ ഡിസൈനാണ്. എത്ര മാത്രം ഉണ്ടായിരുന്നു നിങ്ങളുടെ കൺസേൺ? നമ്മുടെ കൺസേൺ ബഡ്ജറ്റിനേക്കാളും കൂടി ഡിസൈൻ ആയിരുന്നു. പക്ഷെ അതില് ഡിസൈനിന്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആദ്യം തന്നെ. ഓഫ് കോഴ്സ് ബഡ്ജറ്റും നമ്മുടെ ഒരു നമ്മളെ ഏകദേശം നമ്മുടെ മനസ്സിൽ വന്ന ഒരു ബഡ്ജറ്റിന്റെ അടുത്ത് തന്നെ ഓൾമോസ്റ്റ് നിന്നു ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടായി. പക്ഷെ അത് നമ്മൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത്, കാരണം നമുക്ക് കുറച്ച് അപ്ഗ്രേഡേഷനൊക്കെ വേണമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടായ വേരിയേഷൻ അല്ലാതെ വേറെ ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ ഡിസൈനിനകത്ത് വ്യത്യാസം വന്നെന്ന് പറയാനായിട്ട് ഡിസൈനിൽ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. കളർ കോമ്പിനേഷൻസിലൊക്കെ
തുടക്കത്തിൽ നല്ല കോമ്പിനേഷൻ വ്യത്യാസം. അത് കൂടുതലും പുള്ളിക്കാരിയായിരുന്നു. പിന്നെ ഞങ്ങളിടയ്ക്ക് മാഡം ഓഫീസിൽ പോയി കുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ആ സമയത്ത് കുറെ ചേഞ്ചസുകൾ വരുത്തി. അങ്ങനെയാണ് ലാസ്റ്റ് വന്ന ഈ കളർ വന്നത്. അതെ 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 അതെ. മാഡത്തോടെ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നേ, ഞങ്ങൾ ആദ്യം സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഒരു വീട് ചെയ്യുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ പുരുഷന്മാർ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാൻ നിൽക്കത്തുള്ളൂ. അതായത് ബാക്കിയുള്ള ജോലികളിൽ നമ്മൾ ടെൻഷനായിരിക്കും. പക്ഷേ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളാണ്, ഒരുമിച്ചാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കുണ്ടായ കൺസേൺസ് എല്ലാം ഇതിനകത്ത് റെക്ടിഫൈ ചെയ്ത് പൂർണ്ണമാക്കിയിട്ടുണ്ടോ? അതാണ് എൻ്റെ ജോലി. ഇത് ആക്ച്വലി നമ്മളെ വീടിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തന്നെ മാമിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ആ 3D എപ്പോഴാണ് നമുക്ക് വേണ്ടതെന്നുള്ളൊരു നമുക്കറിയാലോ. ഞാൻ ആക്ച്വലി സാറിന്റെ വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ആ സ്റ്റേജിൽ തന്നെ മാമായിട്ട് നമുക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇതിന്റെ 3D ഓൾമോസ്റ്റ് ഫൈനലൈസ്ഡ് ആണ്. അനീഷാണ് 3D ചെയ്ത്. സത്യം പറഞ്ഞാൽ അനീഷിനോട് ഒരു റിക്വയർമെന്റേ ഞാൻ പറഞ്ഞുള്ളൂ, അനീഷ് നമ്മൾ വേറെ വീട്ടിൽ കണ്ട ഒരു പാറ്റേൺ ഈ വീട്ടിൽ കൊണ്ട് വെക്കണ്ട, എനിക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ ഞാനത് മാറ്റാതെ അനീഷിന് പണി എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അനീഷിന് 100% എഫേർട്ട് ഇട്ട് 3D ഡിസൈൻ ചെയ്ത് തന്നായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ അറിയാലോ, പാനൽ സെലക്ഷൻ്റെ ഒരു സമയത്ത് മാമിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, കളർ കോംബോ ഫൈനലൈസ് ചെയ്യാനെല്ലാം. ഇതേപോലെ തന്നെ മാം ഇതേ പറഞ്ഞുള്ളൂ, ഇന്നത് ചെയ്താൽ അവിടെ കുറച്ചും കൂടെ നന്നായിരിക്കും. മാമിൻ്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ആ ഒരു ആവശ്യഘട്ടങ്ങളിലെല്ലാം നമ്മൾ ഒരു ഫുൾ ഡേ മാം നമുക്ക് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്തു. ഈ പ്രത്യേകിച്ച് ആശയമായതുകൊണ്ടാണ് നിങ്ങൾ ലേഡീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. മാം എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് റീച്ചബിൾ ആയിരുന്നു. ഒന്ന് മാമിന്റെ ടീമും റീച്ചബിൾ ആയിരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂസ് അങ്ങനെ നമുക്ക് പ്ലാനിങ് മുതൽ എക്സിക്യൂഷൻ വരെ അങ്ങനെ ഒന്നും നമുക്ക് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. താങ്കാട് അതിന് ഇടയ്ക്ക് കാരണം ഞങ്ങളിത് ഈ എന്താ പറയുക, ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ ഫൈനലൈസ് ചെയ്യുന്നാൽ ഇന്ന ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു ലേഡി എന്ന നിലയിൽ ആദ്യത്തെ പ്രിഫറൻസ് തന്നെയായിരുന്നു. കാരണം അജയ് ഭായ് പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ എക്സിക്യൂഷൻ സമയത്തായിരിക്കും നമ്മളാണ്. അപ്പം വൈഫാണ്, അജിതയാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഞാൻ വിളിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പം ആ ഒരു എന്താ പറയുക, ലേഡി എന്നുള്ളൊരു കൺസിഡറേഷൻ ആദ്യം പോലെ തന്നെ ഉണ്ടായിരുന്നു. പ്രൊജക്റ്റ് ഫ്രീഡം ഉണ്ടായിരുന്നു, നമുക്കും ആ ഫ്രീഡം ഉണ്ടായിരുന്നു. യെസ്, എപ്പോഴും എടുത്ത് ചോദിക്കാനായിട്ടുള്ള റീസൺ ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പലർക്കും സജസ്റ്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കും എന്തുകൊണ്ടെന്നുള്ളത്. അപ്പം ഞാൻ അവരോട് പറയണത്, നിങ്ങൾ സംസാരിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും എനിക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല എന്ന് തന്നെയാണ്. ഇത് നിങ്ങളുടെ തൃപ്തി, അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുക. ആ ഒറ്റ ക്വസ്റ്റനോട് ഇത് അവസാനിപ്പിക്കുന്നത്, എന്തുമാത്രം തൃപ്തികരമായി ഈ വീടിൻ്റെ പൂർണ്ണതയിൽ ഇൻറ്റീരിയർ? 100% ഹാപ്പിയാണ്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു പ്രോസസ്സിൽ നമ്മൾ അഭിപ്രായം ഉണ്ടാവും. പക്ഷെ അതല്ലാതെ ഔട്ട്പുട്ടിൽ 100 അതിന് മേളിൽ ഞങ്ങൾ ഹാപ്പിയാണ്. അതിൽ ഒരു സംശയം വേണ്ട. ഇതില് അജയുടെ വീഡിയോസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന അല്ല, അത് നമ്മളുടെ ഈ കൺസ്ട്രക്ഷനിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാൾ മുന്നേ വീട് പണിത് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൂടെ ഒന്ന് എടുത്തു പറയാൻ എനിക്ക് വളരെ സന്തോഷം. കാരണം എന്റെ 2 ക്ലയൻസ് ആണ്. പലപ്പോഴും ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാ പറയാ. ആ ഐഡിയ കണക്ട് ആവുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഭയങ്കര സന്തോഷത്തോടെ പറയട്ടെ, നമ്മൾ ഓരോ പ്രൊജക്റ്റിലോട്ട് എത്തുമ്പോഴും അവരുടെ സ്വപ്നത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ സ്വയം പറയാറ്, ഞാനൊരു സ്വപ്നത്തിലേക്ക് ഇടിച്ചു കയറുന്നവരാണ്. പക്ഷേ ഇറങ്ങുമ്പോഴത്തേക്കും അതിനോടൊപ്പം ചേർന്നിറങ്ങാൻ സാധിക്കുന്നു എന്നുള്ള വലിയ സന്തോഷത്തോടു കൂടി എല്ലാവിധ അനുഗ്രഹങ്ങളും ദീർഘായുസും സർവേശ്വരൻ തരട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആശാജി, അവർ പറയാൻ ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതെ, ഇനി അറിയുന്ന ആൾക്ക്, ഇപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് എനിക്കുമൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് സർവീസ്. നമ്മളെപ്പോൾ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട്, ഓൾ കേരള ചെയ്യുന്നുണ്ട്, ഔട്ട് ഓഫ് ഇന്ത്യയും ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് ഇന്ത്യ? അതെ അതെ. ഓക്കെ. അതായത് നമ്മുടെ ഷോറൂം വരുന്നത് മുണ്ടൂരാണ്. ചാലക്കുടി പഴയതാണ്, പുതിയ ഫാക്ടറി
നമ്മളുടെ ഷിഫ്റ്റായി മുണ്ടൂര് കംപ്ലീറ്റ് പ്രൊഡക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മുടെ ഓഫീസിന്റെ ഇന്റീരിയർ വർക്ക് ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനോഗ്രേഷൻ നമ്മൾ മാർച്ചിലാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് വേണേ നമ്മുടെ പിന്നെ തീർച്ചയായിട്ടും വരാം, എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും. അവിടുത്തെ നമ്മൾ കൊടുക്കുന്ന സർവീസ് കംപ്ലീറ്റ് ആണ്, അതായത് ടോട്ടൽ ഇന്റീരിയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അത് ഫുള്ളി ഓട്ടോമേറ്റഡ് സോഫ്റ്റ്വെയർ കണക്ട് ചെയ്തിട്ടുള്ള മെഷീനറീസ് ആണ് എല്ലാം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി, അതിനനുസരിച്ചിട്ടുള്ള ടൈം, അതായത് പണ്ടെന്താ വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു 45 days എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ കൊടുക്കാനായിട്ട് കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, നമുക്ക് ഒരു 1 day ചെറിയ പ്രൊജക്റ്റ് ഒക്കെ ഒരു 1 day, അല്ലെങ്കിൽ വലിയ പ്രൊജക്റ്റ് ആണെങ്കിൽ പോലും ഒരു 2 daysനുള്ളിൽ നമുക്ക് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് 3rd day നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റും. അത്രയും സ്പീഡാണ് വർക്ക്. ബാക്കി ഒരു ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നേരിട്ട് വിളിക്കാം. അപ്പോൾ ആശാജി അടുത്ത പ്രോജക്റ്റിന് കാണാം. ഓക്കെ, താങ്ക് യു. വീണ്ടും പറയട്ടെ, സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഗതിയാണ്, ഒരു ചെറിയ വാക്കിൽ ഒതുങ്ങുന്നതല്ല. അത് ഒരു എന്താ പറയുക, നമ്മളൊരു പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവരതിനെ എങ്ങനെ സർവീസ് ചെയ്യുന്നു എന്നുള്ളത് ആഫ്റ്റർ സർവീസിൽ നമുക്ക് എത്രമാത്രം അവർ നമുക്ക് സെക്യൂരിറ്റി തരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നോക്കി നിങ്ങൾ എടുക്കുക. അങ്ങനെ ഒരു പ്രൊജക്റ്റ് അങ്ങനെ തരുന്നൊരു ഫേമിനെ പരിചയപ്പെടുത്തി എന്ന് മാത്രം, പരിചയപ്പെടുത്തിയതല്ല, വീണ്ടും പരിചയപ്പെടുത്തുന്നു മാത്രം. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്ത്യ.